രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളതാണ്. ഇത് ഇന്ത്യയിൽ BJP എല്ലാ ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിവിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ ഈ അന്വേഷണം അല്ലെ, എന്നാലും ഇത് രാഷ്ട്രീയമായിട്ട് തന്നെയാണോ ഇതിനങ്ങ് കാണുന്നത്? എന്താ നോക്കട്ടെ, എന്താ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലേ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇന്നിപ്പോ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വിവരം പുറത്തു വന്നിരിക്കുക. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷണത്തിന് കമ്പനികാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുക. അതിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായ KSIDCക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇരവാദം ഉയർത്തിക്കൊണ്ട് രക്ഷപ്പെടാം എന്നുള്ള ആ ധാരണ മാറ്റിവെക്കണം. മുഖ്യമന്ത്രിയുടെ മകൾ 1.25 കോടി രൂപ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങി. അത് 2 കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപാടാണ് എന്നുള്ള ഇത്രയും കാലത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് പൊളിഞ്ഞുപോയിരിക്കുന്നു. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കമ്പനിക്കെതിരെ ലഭിച്ച പരാതിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. CMRലും KSIDCയും അന്വേഷണ പരിധിയിൽ ഉണ്ട്. ജനം ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുന്നു. വീണയുടെ കുരുക്ക് മുറുകുന്നുവോ? CPMന് ഇതിൽ മറുപടിയുണ്ടോ? കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന ക്യാപ്സ്യൂൾ വിജയിക്കുമോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം സംവാദകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, BJP പ്രതിനിധിയായി അഡ്വക്കേറ്റ് E കൃഷ്ണദാസ്, ജനപക്ഷം നേതാവ് ശ്രീ ഷോൺ ജോർജ്, JDSൽ നിന്ന് ശ്രീ RS പ്രഭാത്, ഇടത് സൈദ്ധാന്തികനായ പാണ്ഡ്യാല ഷാജി എന്നിവർ ചേരുകയാണ്. പ്രേക്ഷകർക്കും അതിഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ 15 മിനിറ്റ് മാത്രമേ ശ്രീ ഷോൺ ജോർജ് ഉണ്ടാകുകയുള്ളൂ എന്നറിയിച്ചതുകൊണ്ട് ആദ്യം ഷോണിലേക്ക് പോവുകയാണ്. ശ്രീ ഷോൺ ജോർജ്, താങ്കളുടെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ പരാതി അയച്ചതിൻ്റെ ഫലമായി അതിൽ കാലതാമസം വരുന്നുവെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇത് തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യം പരാതി നൽകിയത്? ഇതിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ വരുമ്പോൾ താങ്കൾക്ക് എന്തൊക്കെ പ്രതീക്ഷകളുണ്ട്? ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം 2009 മാസം സെപ്റ്റംബർ മാസം 21 കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിക്കും SFIO ഡയറക്ടർക്കുമാണ് ഞാൻ ആദ്യമായി പരാതി അയച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് 10ാം മാസത്തിൽ താങ്കളുടെ പരാതി ലഭിച്ചു എന്നുള്ളൊരു അക്നോളജ്മെന്റും ഇത് അന്വേഷിക്കാൻ കമ്പനീസ് റീജിയണൽ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയ റിപ്പോർട്ട്സിനായി കമ്പനീസ് റീജിയണൽ ഡയറക്ടറെ ചുമതലപ്പെടുത്തി എന്നുള്ളൊരു കത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം 12ാം മാസമായിട്ടും അതിന്മേൽ ഒരു സ്പീഡ് കാണാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഈ വിഷയത്തിൽ സമീപിച്ചത്. ഹൈക്കോടതിയിൽ ഈ റിട്ട് വന്നതിന് ശേഷം വളരെ സ്പീഡായിരുന്നു. വളരെ സ്പീഡ് എന്ന് പറയുന്നത്, ഞാൻ 13ാം തീയതിയാണ് ഇത് ഫയൽ ചെയ്തത്. 21ാം തീയതി തന്നെ അവർക്ക്, അതായത് KSIDCക്കും അതുപോലെ CMRലിനും കൃത്യമായി തന്നെ അവർക്ക് ഷോക്കോസ് നോട്ടീസ് അയച്ചു. ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ 5ാം തീയതി അവര് ഷോക്കോസ് നോട്ടീസിന് ഈ 2 കമ്പനികളും മറുപടി കൊടുത്തു. ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ROCയിൽ നിന്നും ആ നോട്ടീസിന്റെ കോപ്പി അവര് കൊടുത്ത വിശദീകരണത്തിന്റെ കോപ്പി സഹിതം എനിക്ക് ROCയിൽ നിന്നും എനിക്ക് കത്തായിട്ട് കിട്ടി. അതിനുശേഷം എന്നോട് 7 ദിവസത്തിനുള്ളിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തും ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 8ാം തീയതി തന്നെ ഈ വിഷയത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഈ വിഷയത്തിൽ അവർ നൽകിയ വിശദീകരണത്തിന്മേൽ എന്റെ ഒബ്ജക്ഷൻസ് കൃത്യമായി ROCക്ക് കത്തായി നൽകി. അതിനുശേഷമാണ് ഇന്ന് 12ാം തീയതി ഇതിനകത്ത് ഒരു ഉത്തരവുണ്ടായിട്ടുള്ളത്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഞാൻ ഉയർത്തിപ്പിടിച്ച ഒരു കാര്യം, എനിക്ക് നല്ല ബോധ്യമുള്ളൊരു വിഷയം, ഞാൻ വളരെ സത്യസന്ധമായി പറയാമല്ലോ, ഒരു വാശിക്ക് ആരംഭിച്ച ഒരു യുദ്ധമാണ്. അവിടെ ഒരു സമയം കഴിഞ്ഞ് കാര്യങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് ഞാൻ എൻ്റെ ഒരു കൊച്ചു വാശിയിൽ നിന്നും
നിൽക്കേണ്ട ഒരു കാര്യമല്ല. അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തെ അപ്പാടെ കൊള്ള ചെയ്യുന്ന ഒരു വലിയ കൊള്ള സങ്കേതത്തിന്റെ അറ്റത്താണ് ഞാൻ പിടിച്ചിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഇന്ന് വരെയുള്ള സത്യം പറഞ്ഞ കഴിഞ്ഞ 3 മാസക്കാലം ഇതിനു വേണ്ടിയുള്ള ഒരു യുദ്ധമായിരുന്നു. അതില് ഒരു പരിധി വരെ ഇപ്പൊ സെക്ഷൻ 210 അനുസരിച്ചാണ് ഇപ്പൊ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനകത്ത് കോർപ്പറേറ്റ് മാറ്ററുകളിലാണ് ഇപ്പൊ നടക്കാൻ പോകുന്ന അന്വേഷണങ്ങൾ നടക്കാൻ പോകുന്നത്. പക്ഷെ അത് മാത്രമല്ല, കേരളത്തിന്റെ ധാതുമണൽ കൊള്ള ചെയ്തതിനനുസരിച്ച് മിനറൽസ് ആക്ട് അനുസരിച്ച് കേരളത്തിന്റെ ധാതുമുതൽ മണൽ കൊള്ള ചെയ്തതിനുള്ള നടപടി ഉണ്ടാകണം. അതുപോലെ ഈ 135 കോടി രൂപ അഴിമതി നടത്തിയ അല്ലെങ്കിൽ കൈക്കൂലിയായി വാങ്ങിച്ച ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, അത് കക്ഷി രാഷ്ട്രീയത്തിന് അത് അതീതമായുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ പണം കൈപ്പറ്റിയിട്ടുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾ പണം കൈപ്പറ്റിയിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ നേതാക്കൾ പണം കൈപ്പറ്റിയിട്ടുണ്ട്. മത നേതാക്കൾ പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം പുറത്തു വരണം. ഇവിടെ ഇത് മാത്രമല്ല, ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ല. ഒരു CMR എന്ന് പറയുമ്പോൾ ആളുകൾ ഓർക്കും ഇതൊരു പൊതുമേഖലാ സ്ഥാപനമായി. പക്ഷേ ആ പൊതുമേഖലാ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ 13.4% ഷെയർ ഹോൾഡ് ചെയ്യുന്നത് KSIDC ആണ്. KSIDC എന്ന് പറയുന്ന ഓരോ മലയാളിയുടെയും കമ്പനിയാണ്. ഓരോ മലയാളിക്കും അവകാശപ്പെട്ട ഈ 135 കോടി രൂപ തിരിമറി നടന്നപ്പോൾ അതിൽ നിന്നും 13.4% എന്ന് പറയുമ്പോൾ 18ഓളം കോടി രൂപ സംസ്ഥാന സർക്കാരിനെ കബളിപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടുന്ന കമ്പനിയാണ് എന്നുള്ളത് ഗുരുതരമായ ആക്ഷേപമാണ്. ഇത് മാത്രമല്ല, ഇതിന്റെ ഒരു അറ്റം മാത്രമായിട്ടുള്ളൂ. ഞാൻ പറയട്ടെ, 2018 പ്രളയത്തെ പോലും ഈ മുഖ്യമന്ത്രിയും കൂട്ടരും വിറ്റ് കാശാക്കി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും ഏറെക്കുറെ 40,000 കോടി രൂപയുടെ മണലാണ് നിസ്സാര തുക റോയൽറ്റിയായി നൽകി ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും CMR ഉൾപ്പെടെയുള്ള കമ്പനികൾ കടത്തിയിട്ടുള്ളത്. അവിടെ അറ്റോമിക് മിനറൽസ് ഉള്ള പ്രദേശമാണ്. അത് കൈകാര്യം ചെയ്യാൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിന് PSUസിന് മാത്രം സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ PSUസിനെ വിലക്കാൻ ഞാൻ പെറ്റീഷൻ കൊടുത്തതിന് ശേഷം, എന്റെ എക്സ്പീരിയൻസിലുണ്ട്, ഞാൻ പെറ്റീഷൻ കൊടുത്തതിന് ശേഷം ഈ ഡിസംബർ മാസം 18-ാം തീയതി ക്യാബിനറ്റിൽ വെച്ചാണ് 2019 കേന്ദ്ര സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അപ്പൊ അത്രമാത്രം ഈ നാടിനെ, ഒരുപക്ഷെ ഗൾഫിൽ എണ്ണ എന്ന നിലയിൽ ആണെങ്കിൽ ഇന്ന് കേരള സംസ്ഥാനത്ത് ധാതുമണൽ ഇവിടുത്തെ ഓരോ ചെറുപ്പക്കാരനും അവകാശപ്പെട്ട, ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും പൗരനും അവകാശപ്പെട്ട കോടാനുകോടികളുടെ സ്വത്ത് ഈ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കൊള്ള സംഘവും കൂടി കൊള്ളയടിച്ചതിന്റെ കേസിന്റെ തുടക്കം മാത്രമാണ്. അത് ഇപ്പം നമ്മൾ പറയല്ലേ, വലിയ ഒത്തിരി മൊട്ടിച്ചാണ് ചക്ക പൊട്ടിക്കുമ്പോഴായിരിക്കും പിടിക്കുന്നതെന്ന്. പക്ഷെ ഇത് കൃത്യമായി തെളിവോടുകൂടിയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏതൊക്കെ തന്നെ പിന്നെ ഏത് കാര്യം ഉണ്ടായാലും രാഷ്ട്രീയ ഇടപെടലാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ വകവോക്കലാണ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമുണ്ട്. ഈ വിഷയത്തെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാന് ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ NDAയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ സ്വതന്ത്രമായി ജയിച്ച ഒരു ജില്ലാ പഞ്ചായത്ത്, വെറും ഒരു സാധാരണ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്രമാണ്. ഞാനൊരു അഭിഭാഷകനാണ്. എന്റെ ഏതാനും അവകാശ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് എന്റെ അഭിഭാഷകൻ ശ്രീ ഷിനുജപ്പിള്ള, അദ്ദേഹം ആ മേഖലയിൽപ്പെട്ട ഒരാളാണ്. ഈ കൊള്ള കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നോടൊപ്പം നിന്നു അദ്ദേഹത്തിന്റെയും ഒരു പറ്റം എന്റെ സുഹൃത്തുക്കളുടെയും വലിയ ശ്രമഫലമാണ് ഈ കേസ് ഇവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞത്. ഇത് നല്ല രീതിയിൽ ഇപ്പൊ നാളെ കഴിഞ്ഞ തിങ്കളാഴ്ച കേസ് കോടതിയിൽ വരുന്നുണ്ട്. കോടതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ഈ കേസ് അന്വേഷണം ആരംഭിച്ചു എന്ന് പറയും. പക്ഷേ സെക്ഷൻ 212 അനുസരിച്ച് ഈ കേസിന് SFIO ആണ് ഇതിന് ഒരു FIR ഇടേണ്ടതെന്നാണ് എന്റെ വിശ്വാസം. സ്വാഭാവികമായിട്ടും SFIOയുടെ അന്വേഷണത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തും. SFIOയുടെ എൻക്വയറി ഉണ്ടാവും. ഒരു സംശയം വേണ്ട, ഈ നാടിനെ കൊള്ളയടിച്ച ഈ കൊള്ളക്കാർക്കെതിരെ കർശനമായ നടപടി നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആര് പറഞ്ഞാലും അല്ലെങ്കിലും ഏത് തന്നെയാണെങ്കിലും ഈ വിഷയത്തിൽ കൊള്ള നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് എന്നോട് ഏത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞാലും ഞാൻ ഇതിനകത്ത് സത്യസന്ധമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ ലക്ഷ്യം. ശരി, വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ്. തിരക്കിനിടയിലും അല്പസമയം ഞങ്ങളുടെ ചർച്ചയിലേക്ക് വേണ്ടി മാറ്റിവെച്ചത്. ശ്രീജിത്ത് പണിക്കർ, പതിവ് പോലെയുള്ള ന്യായീകരണങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് BJP കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഉപയോഗിക്കുന്നതാണ് എന്ന് EP ജയരാജൻ, വന്നിട്ട് നോക്കാം എന്ന് മുഹമ്മദ് റിയാസ്. ഇത്തരത്തിൽ AK ബാലൻ എന്തായാലും ആദ്യമേ ഒരു ന്യായീകരണവാദം ഉയർത്തിയിട്ടില്ല. പഠിച്ചിട്ട് നാളെ കാര്യങ്ങൾ പറയാം എന്നാണ് AK ബാലന്റെ ഭാഗത്തു നിന്നുള്ള
പരാമർശം. എന്തായാലും ന്യായീകരണങ്ങളൊക്കെ വരും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ KSIDC എന്ന പൊതുമേഖലാ സ്ഥാപനവും അന്വേഷണത്തിന്റെ പരിധിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ഗുരുതരമാകുന്ന മറ്റൊരു വസ്തുത. കാരണം ഇത്രയും നാൾ LDF അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് CPM നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, ഇതിൽ സർക്കാരിന് പങ്കില്ല എന്നാണ്. പക്ഷേ ഇവിടെ CMRLനോടൊപ്പം KSIDCയും അന്വേഷണ പരിധിയിൽ വരുന്നതോടെ ഗൗരവമായ ഒരു സ്വഭാവം കൈവരിക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. നോക്കൂ, ഇവിടെ ഈ ഒരു വിഷയം വളരെ വലിയ വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന സമയത്ത് CPMന്റെ ഭാഗത്തു നിന്ന് പല തരത്തിലുള്ള ക്യാപ്സൂളുകൾ ഇറക്കിയിട്ടാണ് അവരതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അതിൽ ആദ്യം തന്നെ അവർ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന നിലയ്ക്കാണ്. അത് പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന നിലയ്ക്കാണ് ഇവരെല്ലാവരും തന്നെ പ്രതികരിച്ചത്. പക്ഷെ അതൊരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന നിലയ്ക്കുള്ള അവരുടെ ഒരു വാദം അധികം നീണ്ടു നിന്നില്ല. കാരണം ഇത് ഒരു ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഒരു ഉത്തരവാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വാദം അവിടെ വിലപ്പോകുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവർ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന 2 ക്യാപ്സൂളാണ്. അതിലൊന്ന്, ഇത് വളരെ സുതാര്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് CPM തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഇറക്കുന്നു. സാധാരണഗതിയിൽ പാർട്ടി അംഗമല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അവര് വേണമെങ്കിൽ അവർ സ്വയം ഡിഫെൻഡ് ചെയ്യണം, വിശദീകരിക്കണം എന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ ആ കീഴ്വഴക്കങ്ങളെ എല്ലാം ലംഘിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ കണ്ടത് CPMന്റെ തന്നെ സംസ്ഥാന സമിതി ഈ കാര്യത്തിൽ ഒരു പ്രസ്താവന ഇറക്കുന്നു. ആ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായിട്ടുള്ളതും നിയമപരവുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണിത്. അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല എന്നവർ പറഞ്ഞു. പിന്നീട് അതേ പാർട്ടി ലൈൻ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കൾ എല്ലാവരും തന്നെ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ക്യാപ്സൂൾ ഇന്ന് നിർവീര്യമാക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് 2 രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെയാണ് ചുമതലപ്പെടുത്തിയത് 2 സംസ്ഥാനങ്ങളിൽ. അതിലൊന്ന് കർണാടകവും ഒന്ന് കേരളവുമാണ്. ഇതിൽ തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചിരിക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരാണ്. അപ്പൊ അവരതിൽ നിന്ന് അന്വേഷിച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലായിരിക്കുന്നത് അപ്പോൾ ഒരു ഫുൾ ഫ്ലെജ്ഡ് എൻക്വയറി എന്ന രീതിയിലല്ല, പ്രാഥമികമായിട്ടുള്ള അന്വേഷണമാണ്. അതിൽ അവർക്ക് മനസ്സിലായിരിക്കുന്നത് വളരെ വേരിയസ് വയലേഷൻസ് ആൻഡ് ഒഫൻസസ് അവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ചില വയലേഷൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ഒഫൻസസും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ക്രമക്കേടുകളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പുറത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകണം എന്ന് ROC ബാംഗ്ലൂർ റെക്കമെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് സുതാര്യമായിട്ടുള്ള ഒരു ഇടപാടാണ് എന്ന് CPM പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന അവിടെ തന്നെ പൊളിഞ്ഞു വീഴുകയാണ്. ആ ഒരു ക്യാപ്സൂൾ അവിടെ നിർവീര്യമാക്കപ്പെടുകയാണ്. ഇനി 2, കേവലം ഇവരുണ്ടാക്കുന്ന കമ്പനി ഒരു കരാറല്ലല്ലോ. ഈ കരാർ ഉണ്ടാക്കുന്നത് CMRലുമായി ബന്ധപ്പെട്ടാണ്. CMRലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എറണാകുളമാണ്. അവര് അന്വേഷിക്കുമ്പോൾ എന്താണ് കിട്ടിയിരിക്കുന്നത് എന്നതിനെ പറ്റി പറയുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം CMRലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന മറുപടി ഒന്നുകിൽ അവ്യക്തമാണ്, വേഗാണ് എന്ന് പറയുന്നു. രണ്ടാമത്, ഇവേസീവ് ഇൻ നേച്ചർ എന്നാണ്. അതായത് ചോദിക്കുന്ന സമയത്ത് അവര് ശരിയായിട്ടുള്ള ഉത്തരം പറയാതെ അതിൽ നിന്ന് വഴുതി മാറാനായിട്ട് അവർ ശ്രമിക്കുന്നുവെന്നാണ്. അപ്പൊ ഇത് സുതാര്യമായിട്ടുള്ള ഒരു ഇടപാടായിരുന്നു, നിയമപരമായിട്ടുള്ള ഒരു ഇടപാടായിരുന്നു ഈ 2 കമ്പനികൾ തമ്മിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇങ്ങനെ വഴുതി മാറേണ്ടുന്ന കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മറുപടി പറയേണ്ടുന്ന കാര്യമോ ഇനി എക്സാലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകളോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകേണ്ടെന്ന ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിച്ചതിന് ശേഷമാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. അപ്പൊ CPMന്റെ സുതാര്യത എന്ന് പറയുന്ന ക്യാപ്സൂളോടെ പരാജയപ്പെട്ടു. ഇതിനോടൊപ്പം തന്നെ പറയേണ്ടത് രണ്ടാമതൊരു ക്യാപ്സൂൾ, അത് മുഖ്യമന്ത്രി അടക്കം ഉപയോഗിച്ച ഒരു ക്യാപ്സൂളാണ്. ആ ക്യാപ്സൂളിൽ പറഞ്ഞിരുന്നത് ഇത് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഏകപക്ഷീയമായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വിധിയാണ്. അവിടെ ഈ വിധി ഗുരുതരമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പരാമർശിക്കപ്പെടുന്നത് എക്സാലോജിക് എന്ന കമ്പനിയാണെങ്കിലും അവരെ കേട്ടില്ല, അവരെ കേൾക്കാനുള്ള സൗമനസ്യമോ അവർക്ക് കേൾക്കപ്പെടാനുള്ള ഒരു അവസരമോ അവിടെ നൽകിയില്ല എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ഇടത് നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞതാണ്. അപ്പൊ അവരെ കേട്ടില്ല എങ്കിൽ ഇവിടെ അവരിൽ നിന്ന് ഒരു വ്യക്തമായിട്ടുള്ള വിവരം ഇവരിവിടെ ആരാഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ ഇൻക്വയറി എന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ അവിടെ ഇൻക്വയറി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇൻക്വയറിയിൽ നിന്നാണ് ഇവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് അവിടെ വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ഒഫൻസസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പൊ അവരെ കേട്ടില്ല എന്നുള്ള വാദത്തിനും ഇനി പ്രസക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്ടികളെയും ഈ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ROCകൾ 2 സംസ്ഥാനത്തിൽ കേട്ടിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഇതിൽ വന്നിരിക്കുന്നത് KSIDCയുമായി ബന്ധപ്പെട്ട ഇൻവോൾവ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ CMRൽ 14% സ്റ്റേക്ക് ഉള്ളത് KSIDCക്കാണ്. അപ്പൊ KSIDCയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. KSIDCയോട് ചോദിക്കുന്ന സമയത്താണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, അതായത്
ഇപ്പോൾ എക്സാലോജിക്കിനോട് ചോദിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവരുടെ മറുപടി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവർ നോക്കുന്ന സമയത്ത് അതിൽ ക്രമക്കേടുകൾ കണ്ടിട്ടുണ്ടാകാം, വയലേഷൻസ് ഒക്കെ കുറേയധികം കണ്ടിട്ടുണ്ടാകാം. മറ്റുള്ള ആൾക്കാരോട് ചോദിക്കുന്ന സമയത്ത് മറുപടി കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ KSIDC സർക്കാരിന്റെ ഒരു സംവിധാനമായിരിക്കെ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ കൃത്യമായിട്ടുള്ള മറുപടി എന്നല്ല, മറുപടിയെ നൽകിയിട്ടില്ല എന്നാണ്. കാരണം അതിൽ പറയുന്നത് അവരുടെ ഭാഗത്ത് അവരോട് ചോദിക്കുന്ന സമയത്ത് to the allegations or the reply is not furnished by Kerala State Industrial Development Corporation Limited with respect to the notices issued by the ROC on the basis of the complaints. അപ്പോൾ പരാതി കിട്ടിയതിനു ശേഷം ശ്രദ്ധിക്കണം, ഒരു നോട്ടീസ് അല്ല, നോട്ടീസസ് ഇഷ്യൂഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിലധികം നോട്ടീസുകൾ KSIDCക്ക് ROC എറണാകുളം കൊടുത്ത ശേഷം അതിന് മറുപടി പോലും നൽകാനായിട്ട് KSIDC തയ്യാറായിട്ടില്ല. അപ്പൊ എന്ത് സുതാര്യതയെക്കുറിച്ചാണ്, എന്ത് നിയമപരമായിട്ടുള്ള കരാറുകളെ പറ്റിയിട്ടാണ് ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇടപാടിനെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇടപെടലുകൾ പല ആൾക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യം നമ്മൾ കേട്ടത് എന്താണ്, ഇത് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിക്കുന്ന സമയത്ത് CMRൽ തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ഈ വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയിരിക്കുന്ന എക്സാലോജിക്കിന് നൽകിയിരിക്കുന്ന പണത്തിനെ കാണണം എന്നാണ്. അപ്പൊ അവിടെ ഒരു കരാറ് കൃത്യമായിട്ട് കാണുന്നില്ല, കരാറിലെ വ്യവസ്ഥകൾ എന്താണെന്നുള്ളതിനെ പറ്റി അറിയുന്നില്ല. ഒരുപക്ഷെ അത് പരിശോധിച്ചതിന് ശേഷം അവർ എന്ത് രീതിയിലുള്ള സേവനമാണ് അവിടെ നൽകിയിരിക്കുന്നത് എന്നതിനെ പറ്റി ഈ ബോർഡിന് പോലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. തന്നെയുമല്ല, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരോട് ചോദ്യം ചെയ്തതാണ്. അപ്പൊ അതിൽ ആൾക്കാരെല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കാർക്കും ഇങ്ങനെ എന്തെങ്കിലും സേവനം കിട്ടിയതായിട്ട് അറിയില്ല എന്നാണ്. ഒരാൾ മാത്രം പറയുന്നുണ്ട് ഞങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലുള്ള സേവനം കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ അവിടെ എന്ത് രീതിയിലുള്ള സേവനമാണ് എന്നതിനെ പറ്റി ഇവരെ ന്യായീകരിക്കാനിരിക്കുന്ന ഇടതുപക്ഷത്ത് നിന്നുള്ള ആൾക്കാരോ മുഖ്യമന്ത്രിയോ പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് രീതിയിലുള്ള സേവനമാണ് എന്നതിനെ പറ്റി പോലും പറയാതെ അത് മുഴുവൻ ഇങ്ങനെ ഒരു ഇരുട്ടത്ത് നിർത്തിക്കൊണ്ടാണ് ഇവർ ഇതിനെപ്പറ്റി ന്യായീകരിക്കുന്നത്. ഇവിടെ ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഈ 3 കമ്പനികൾക്കും അവരുടെ ഇടപാടുകളെല്ലാം തന്നെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തന്നെ ഒരു കണ്ടെത്തലാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ കരാർ അവിടെ കൊടുക്കാനുള്ള ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് പ്രശസ്തരായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധുത്വത്തെ തുടർന്നാണ് എന്നാണ്. അപ്പൊ ആ ബന്ധു ആരാണ് എന്നുള്ളത് നമുക്കറിയാം. ആ ബന്ധുവിന് പണം കിട്ടിയിരിക്കുന്നതിനെ പറ്റി നമുക്കറിയാം. ആ പണം കിട്ടിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തുണ്ടുകടലാസുകളിൽ എഴുതിയിരുന്ന ഇനിഷ്യലുകൾ എന്താണ് എന്ന് നമുക്കറിയാം. പക്ഷെ ആ ഇനിഷ്യലുകളൊക്കെ കേട്ടപ്പോൾ പോലും മറ്റുള്ളവരുടെ ഒന്നും എനിക്കറിയില്ല, പക്ഷേ ആ PV ഞാനല്ല എന്ന് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല, ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ന്യായീകരണങ്ങളും പരാജയപ്പെട്ടപ്പോൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷിയുടെ എല്ലാ ന്യായീകരണങ്ങളും പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്റ്റേക്കുള്ള KSIDC പോലെയുള്ള ഒരു സ്ഥാപനം കേന്ദ്ര സർക്കാരിന്റെ ഒരു എൻക്വയറിയുമായിട്ട് സഹകരിക്കുക പോലും ചെയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എന്തു പറഞ്ഞിട്ടാണ് ഇവർ പിടിച്ചു നിൽക്കുക എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ സമയത്ത് കേന്ദ്ര സർക്കാർ ഞങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന തൊടുന്യായം ഇനി വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഓർഡർ ആയിരുന്നുവെങ്കിൽ ഇത് കേന്ദ്രത്തിലെ ഒരു മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് 2 സംസ്ഥാനങ്ങളിൽ നടത്തിയിരിക്കുന്ന എൻക്വയറിയുടെ ഭാഗമായിട്ടുള്ള റിസൾട്ടാണ്. അതുകൊണ്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്നു, ഒരു 3 അംഗ സമിതി ഉണ്ടാകുന്നു, 4 മാസത്തിനകത്ത് അന്വേഷണം പൂർത്തിയാക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. സാധാരണ രീതിയിൽ ഇതുവരെ കണ്ടിരുന്ന ക്യാപ്സൂളുകൾ ഇറക്കിയത് കൊണ്ട് ഇതിൽ നിന്ന് രക്ഷ നേടാനാകുമെന്ന് ഞാൻ കരുതുന്നില്ല. CPM-നാണെങ്കിലും എക്സാലോജിക്കിലാണെങ്കിലും മറ്റു ബന്ധപ്പെട്ട ആൾക്കാർക്കും പാർട്ടിക്കാണെങ്കിലും. അതെ, തീർച്ചയായും. ശ്രീ പാണ്ഡ്യാല ഷാജി, അത് തന്നെയല്ലേ ഇപ്പോൾ സർക്കാരിന്റെ വാദങ്ങളെല്ലാം പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനിയും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു എന്ന് തന്നെയല്ലേ പറയേണ്ടത്? തീർച്ചയായും അതിനകത്ത് ഇതിൻ്റെ സാങ്കേതികവും മറ്റുമായ വിഷയങ്ങൾ തന്നെ വളരെ വിശദമായി ശ്രീത്ത് പണിക്കർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. പിന്നെ അത് ആവർത്തിക്കുന്നതിൽ ഇനി ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയമായ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാനാണ്, അല്ലെങ്കിൽ വിശദീകരിക്കാനാണ് ഞാൻ സത്യത്തിൽ ശ്രമിക്കുന്നത്. ഈ അന്വേഷണം ഇപ്പോൾ വന്നതിൻ്റെ പുറകിൽ ഉള്ള ഒരു രാഷ്ട്രീയമായ കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയമായ ഇടപെടലുണ്ട് എന്നുള്ള വാദം അവിടെ നിലനിൽക്കവേ തന്നെ, ആ വാദത്തിന് വേണ്ടി നമുക്ക് അംഗീകരിക്കാം. അവിടെ നിലനിൽക്കവേ തന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര സജീവമായ ഒരു വിഷയമായി മാറിയത് എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ വിഷയം. ആ വിഷയത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് MT വാസുദേവൻ നായർ ഈ കത്തിജ്വലിക്കുന്ന സൂര്യനെ ഇരുത്തി, അല്ലെങ്കിൽ എന്താ പറയുക ദൈവത്തിനെ ഇരുത്തി അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ ഗൗരവതരമായിട്ടൊരു വിമർശനം. ആ വിമർശനത്തിൻ്റെ ഭാഗമായി MN കാരശ്ശേരി ഒരു ഭാഗത്ത് വരുന്നു, മറുഭാഗത്ത് UK കുമാരൻ വരുന്നു. ഇനി ഇതിനനുബന്ധമായി മറ്റുള്ള ആളുകൾ ഇനി ഇതേപോലുണ്ടായിരിക്കുന്ന വിമർശനങ്ങളുമായി, അധികാര കേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി കടന്നു വരാനിരിക്കവെയാണ്
മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ഈ വിഷയം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നേരത്തെ ഉണ്ടായിരിക്കുന്ന മാനങ്ങളിൽ നിന്ന് കുറെ കൂടി ഗൗരവപരമായിരിക്കുന്ന ആഴത്തിലേക്ക് ഈ സംഭവങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ വേർഷൻ. രണ്ടാമതായി വരുന്ന ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം MT വാസുദേവന്മാർ നായർ എഴുതിയിട്ടുള്ള രണ്ടാം ഊഴം എന്ന് പറയുന്ന നോവലുണ്ട്. രണ്ടാം ഊഴം വളരെ പ്രശസ്തമായ നോവലാണല്ലോ. ഈ രണ്ടാം ഊഴം കേരളത്തിൽ ഇപ്പോൾ വീണ്ടും വളരെ പ്രസക്തമാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു MTയുടെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വന്നത് അന്വേഷണം രണ്ടാം ഊഴത്തിലേക്ക് കടക്കുകയും EMS രണ്ടാം ഊഴത്തിലേക്ക് വീണ്ടും വരികയും ചെയ്യുന്ന അതിവിചിത്രമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂമികയാണ് MT വാസുദേവൻ നായരുടെ ആ ഒരു ഒറ്റ പ്രസംഗത്തിലൂടെ കേരളത്തിൽ ഓപ്പൺ ചെയ്യപ്പെട്ടത് എന്നതാണ്. ഇതുകൊണ്ട് തന്നെ സ്വാഭാവികമായ രീതിയിൽ പ്രതിരോധിക്കാവുന്ന രീതികൾ, ക്യാപ്സ്യൂളുകൾ ഇറക്കി ഇതിനെ പ്രതിരോധിക്കുക അസാധ്യമാവുന്ന ഒരു രാഷ്ട്രീയ രൂപം അല്ലെങ്കിൽ രാഷ്ട്രീയ ചിത്രം കേരളത്തിൽ പുതുതായി MT ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിശാലമായിരിക്കുന്ന രാഷ്ട്രീയ അർത്ഥത്തിൽ കാണുന്നത്. ഇവിടെ നമ്മൾ രണ്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ സ്വാതന്ത്ര്യ സമരം കത്തിക്കാളുന്ന ഒരു കാലയളവിലാണ് സരോജിനി നായിഡു വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കവിതയുടെ പേരാണ് കൊറമണ്ടൽ ഫിഷേഴ്സ്. കൊറമണ്ടൽ എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിന്റെ തീരപ്രദേശമാണ്. ആ തീരപ്രദേശത്താണ് ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കരിമണൽ ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണത്. ആ കരിമണൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു തരി കരിമണൽ പോലും ഇതുവരെ ആരും ഖനനം ചെയ്യുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല. ഈ എടുക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് കേരളം പോലെ വളരെ ചെറിയ ഒരു സംസ്ഥാനത്തിനകത്തെ തീരപ്രദേശത്ത് വളരെ ഒരു ചെറിയ സ്ഥലത്ത് മാത്രം കുടുങ്ങി നിൽക്കുന്ന ഈ കരിമണൽ ഖനനം ഏതാണ്ട് പരശതം കോടികൾക്ക് വില വരുന്ന സാധനം ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന അതീവ ദുഃഖകരമായിരിക്കുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നം കൂടി ഉണ്ടാക്കിയത്. ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കേരളത്തിനകത്ത് അത് ചർച്ച ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? ശരിക്കും കഴിഞ്ഞ എത്രയോ മാസങ്ങളായി എത്രയോ ഏതാണ്ട് ഒരു വർഷത്തിന് 1.5 വർഷക്കാലമായി ആലപ്പുഴയിൽ നടന്നു വന്നിരിക്കുന്ന വമ്പിച്ച തോതിലുള്ള സമരമുണ്ട്. ആ സമരത്തിനകത്ത് ജനൻ TV ഒരു തവണ അത് വളരെ ഗൗരവപരമായി അതിൻ്റെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു സമരനായകുണ്ട്, സഖാ ഭദ്രനൻ. ആ ഭദ്രനന്റെ ഇന്റർവ്യൂ വരെ നിങ്ങൾ കൊടുത്തതാണെന്ന് തോന്നുന്നു ഒരു തവണ. അതുപോലെ തന്നെ മറ്റൊരു 1-2 ചാനലുകൾ ആ സാധനം കൊടുത്തിട്ടുണ്ട്. ഈ വിഷയം ചർച്ചക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ഈ കരിമണൽ ഖനനത്തിൻ്റെതായിരിക്കുന്ന വ്യാപകമായ തീവട്ടിക്കൊള്ള നടക്കുന്നു എന്ന വിമർശനം ഉയർന്നു വരുന്ന ഘട്ടത്തിലും കൂടിയാണ് ഈ കരിമണൽ ഖനനത്തിന്റെ കമ്പനിക്കാരിൽ നിന്ന് ആര് കാശ് വാങ്ങിച്ചു എന്ന് ആരോപണം വരുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ കാശ് വാങ്ങിച്ചു എന്നുള്ള ആരോപണം വരുന്നത്, കാശ് വാങ്ങിച്ചു അവർക്ക് കൊടുത്തു എന്ന് പറയുന്ന ആരോപണം വരുന്നത്. അപ്പൊ ഇതിനർത്ഥം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ആ അർത്ഥത്തിനകത്ത് ഒരർത്ഥം മാത്രമേ ഉള്ളൂ. ആ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അത് നഗ്നമായിരിക്കുന്ന തീവട്ടിക്കൊള്ളകൾ ഇതിന് ഉപോത്ബലകമായി മറ്റു പല കമ്പനികളിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ആരോപണവും കൂടി നിലനിൽക്കുകയാണ്. 14% വരുന്ന ഒരു എന്താ പറയുക ഷെയർ ഉണ്ടായിരിക്കുന്ന KSIDCക്ക് സ്വാഭാവികമായിട്ടും എത്രയോ കോടി ഉറുപ്പിക അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലാഭവിഹിതം കേരളത്തിന് കൊടുക്കാനുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുമ്പോഴാണ് ഒരു നയാ പൈസ പോലും കൊടുക്കാതെ ഈ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് 1 കോടി സംതിങ് റുപ്യ കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടാവും. ഏതാണ്ട് അറൗണ്ട് 2 കോടി രൂപ കൊടുക്കുന്നു എന്ന് പറയാൻ ഈ 2 കോടി രൂപ കൊടുത്തത് എന്തിന് എന്ന് പറയുന്ന ചോദ്യം രാഷ്ട്രീയമായ ചോദ്യം മാത്രമല്ല. അതിനകത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിനകത്ത് ശൂന്യമായ കൈകളുമായി സീറോവിൽ നിന്ന് തുടങ്ങി ഇത്രയേറെ ശതകോടികളുടെ ആരോപണ വിധേയമായിരിക്കുന്ന മറ്റേതെങ്കിലും ഒരു കുടുംബം ഈ കേരളത്തിലുണ്ടോ? അതുകൊണ്ട് ഇവിടെ വരുന്ന വിഷയം എന്തും കൂടിയാണ്. ഇത് വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു ധാർമ്മിക പ്രശ്നവും കൂടിയാണ്. ഈ ധാർമ്മിക പ്രശ്നത്തെ കേവലം അപ്പുറത്ത് വന്നിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം തിരിച്ച് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ പ്രതിരോധിക്കുക? വാസ്തവത്തിൽ എങ്ങനെയാണ് പ്രതിരോധിക്കുക? ഇപ്പൊ ഇതിനകത്ത് ഇവർക്ക് നേരത്തെ ഈ വിശ്വവിഡ്ഢിത്തരങ്ങൾ മുഴുവൻ തന്നെ വിളിച്ചു പറയുന്നതിന്റെ ചാമ്പ്യന്മാരായിരിക്കുന്ന ഇടതുമുന്നണിയുടെ CPM നേതാക്കന്മാരുടെ ഒരു തരം കമാകമായ അക്ഷരം വേണ്ടിയോ ഇപ്പോ മിണ്ടുന്നത് എന്താ? ഒറ്റ താൻ മാത്രമാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് പടച്ചുവിട്ടിരിക്കുന്ന സംഭവം മാത്രമാണ് എന്നാണ്. ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് പടച്ചുവിട്ടു എന്ന് പറയുന്ന സംഭവത്തിലേക്ക് മാത്രമാക്കി ഇതിനെ ചുരുക്കി കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിലെ 3.25 കോടി മനുഷ്യരും പൊട്ടന്മാരാണ് എന്ന് കരുതുന്ന ഒരു മുഖ്യമന്ത്രിയും അതിന് ശിൽബന്തി ഓശാന പാടുന്ന അവരുടെ പാർശ്വവർത്തികളും ഉപജാപക വൃന്ദങ്ങളും ആ വൃന്ദങ്ങൾ മാത്രമായിട്ട് ഇതിനെ ചുരുക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് പറഞ്ഞ സംഭവം എന്താണ്? ഇത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നടക്കുന്ന ഒരു സ്വാഭാവികമായ സംഭവങ്ങൾ മാത്രമാണ് എന്നാണ്. ഈ സ്വാഭാവികമായിട്ട് സംഭവമാണെന്ന് പറയുമ്പോൾ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ നടന്നിരിക്കുന്ന മിക്കവാറും വെജിറ്റേഷൻസിനോട് നിങ്ങൾ ഇതേ സമീപനല്ലേ ഈ അടുത്ത കാലത്തേക്ക് എടുത്തത്? ഏത് വിഷയത്തെയും അതിന്റെ ഗൗരവതരമായിരിക്കുന്ന രാഷ്ട്രീയ മൂല്യത്തിൽ നിന്ന് ചോർത്തിക്കളയുകയും അതിന് പകരം എന്തായിരിക്കുക മറുപക്ഷത്തേക്ക് നിർത്തുകയും ചെയ്യുക. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം വളരെ ഖണ്ഡിതമായി പറയാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്.
സെൻട്രൽ ഗവൺമെന്റിന്റെ കമ്പനികാര്യ വകുപ്പ് ഈ അന്വേഷണം നടത്തുമ്പോൾ ഈ അന്വേഷണം ഫലപ്രാപ്തിയിലെത്താതിരിക്കുന്ന ഒരു ചിത്രം ഉണ്ടാവുകയാണ് എങ്കിൽ അത് സ്വാഭാവികമായി ഉണ്ടാവാൻ പോകുന്നത് വലിയ രാഷ്ട്രീയമായിരിക്കുന്ന തിരിച്ചടികളായിരിക്കും. ഈ തിരിച്ചടികൾ ഉണ്ടാവുമെന്നുള്ള രാഷ്ട്രീയ ബോധത്തോടു കൂടി തന്നെ ഇത് ഗൗരവതരമായി അന്വേഷിക്കുകയും ഇതിനകത്തുള്ള കുറ്റക്കാർക്കെതിരെ നടപടികൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് വാസ്തവത്തിൽ ഈ കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ ചരിത്രപരമായ ഉത്തരവാദിത്വമാണ്. ഈ ചരിത്രപരമായ ഉത്തരവാദിത്വം അവർ നിറവേറ്റുന്നുണ്ട് എങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിനകത്ത് ഗംഭീരമായി നടക്കുന്ന ഒരു ശുദ്ധികലശത്തിന്റെ ഏറ്റവും ധീരവും സമ്മോഹരവുമായിരിക്കുന്ന ഒരു ആരംഭം കുറിക്കലായിരിക്കും ഈ അന്വേഷണമെന്നാണ് അതിന്റെ പ്രാഥമികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതെ, തീർച്ചയായും. ശ്രീ ആർ എസ് പ്രഭാത്, മറുപടിയുണ്ടോ? പതിവ് പല്ലവികളല്ല ചോദിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു, വരട്ടെ അന്വേഷണം വരുമ്പോൾ നോക്കാം എന്നുള്ളതല്ല. അല്ലാതെ ഇടതുപക്ഷത്തിന് ഇതിന് മറുപടിയുണ്ടോ? ഷാജി, അദ്ദേഹം പണ്ടിയാല ഷാജി ഇവിടെ പറയുകയുണ്ടായി, ഈ അന്വേഷണം കൃത്യമായി ഒരു ലക്ഷ്യം എത്തിയില്ലെങ്കിൽ എന്ത് ലക്ഷ്യം? അവിടെയാണ് വിഷയം. ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുമ്പോൾ ആ ലക്ഷ്യത്തിൽ എത്തിയില്ല എങ്കിൽ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. അതിന് ശേഷം പറഞ്ഞു എത്തിയാൽ ഇവിടെ എന്തോ ഭൂകമ്പം നടക്കുമെന്നും പറഞ്ഞു. അപ്പോൾ രണ്ട് വിഷയത്തിലാണ് ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ചവർ ഭൂകമ്പത്തിനെ കുറിച്ച് പറയുന്നത്. ആദ്യം ഇവിടെ സംസാരിച്ച നമ്മുടെ പി സി ജോർജ്, അദ്ദേഹത്തെ മകൻ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, ഈ കേരളത്തിലെ ഏറ്റവും നല്ല കോറി മാഫിയയിൽ ഒരാളാണ്. അദ്ദേഹമാണ് ഇവിടെ വന്ന് കരിമണൽ ഖനനത്തിനെതിരെ പറയുന്നതും ശബ്ദിക്കുന്നതും. അല്ലല്ല, ഞാൻ വ്യക്തിപരമായി പറയുന്നതല്ല. അദ്ദേഹം ഷോൺ പോയത് എന്റെ ബാധ്യതയല്ല. അല്ലല്ല, ഒരു പക്ഷേ എനിക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഈ മാധ്യമത്തിലൂടെ നിങ്ങൾ പുറത്തുവിട്ടതാണ്. അദ്ദേഹം എത്ര ഫൈൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എത്ര ഫൈൻ കൊടുക്കാനുണ്ട്, അതെല്ലാം നിങ്ങൾ പരിശോധിക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾ എനിക്ക് അനുവദിച്ച സമയം എനിക്കായി തരിക. അതിനുശേഷം നിങ്ങൾ അതിന് എന്തെങ്കിലും പറയട്ടെ. സർക്കാരിന്റെ മറുപടി ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങനല്ല, ഇത് സർക്കാർ വിഷയമല്ലല്ലോ. ഇത് KSIDCയെ ഇപ്പോൾ അതിനകത്ത് ഇത്ര ശതമാനം ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് അവരുടെ ഒരു ചോദ്യം ചോദിക്കുന്നു എന്ന് മാത്രമാണ്. ഇതിന് സർക്കാരിന്റെ ഭാഗത്ത് ഒരു നിമിഷം ഞാൻ പറയാനുള്ളതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഇപ്പോ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് നമ്മളിത് കാണുന്നത്. അല്ലാതെ സർക്കാരിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നിങ്ങൾ കടക്കേണ്ട കാര്യമില്ല. ഇത് വന്നിട്ട് എത്ര കൊല്ലമായി, എത്ര നാളായി ഒരു വിഷയത്തെ ഇവിടെ കേന്ദ്ര ഏജൻസികൾ ഈ കഴിഞ്ഞ കൊല്ലങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വന്നിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്താ പറയേണ്ടായി? സ്വർണ്ണക്കടത്തിൻ്റെ കാര്യമാണ് പറയേണ്ടത് ആണല്ലോ. അദ്ദേഹം എവിടെയാണ് ചൂണ്ടിക്കാണിച്ചത്? അത് രാഷ്ട്രീയമല്ലേ? അതാണ് രാഷ്ട്രീയം. BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി അറിയാം. സംസ്ഥാനങ്ങൾ, അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് കാണിക്കട്ടെ. അവിടെ എത്ര ഏജൻസികൾ, എത്ര FIR ഇട്ടിട്ടുണ്ട്, ഏത് രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട അമിത്ഷാ, അദ്ദേഹത്തിൻ്റെ കോപ്പറേറ്റീവ് സെക്ടറിൽ ഉള്ള അന്വേഷണം ഏത് രീതിയിലെത്തി? എത്രയോ പ്രാവശ്യം അവിടെ അതിനെതിരെ പരാതികൾ പോയിട്ടുണ്ട്. അമിത്ഷായുടെ മകൻ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അമിത്ഷായുടെ മകൻ അന്ന് ജയ്ഷാ ഇപ്പോൾ ICC, ഞാനിത് ഒരു കുടുംബപരമായ ബന്ധങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ ഞാനിത് പറയത്തില്ലായിരുന്നു. ICCയുടെ തലപ്പനാണ്. ക്രിക്കറ്റ് ബാറ്റ് എടുത്തിട്ടുണ്ടോ അദ്ദേഹം? ക്രിക്കറ്റ് ബാറ്റ് എടുക്കാത്ത ഒരാളാണ് ICCയിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇത് രാഷ്ട്രീയമാണ്. BJP കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കാണുന്ന രാഷ്ട്രീയമാണ്. അവർക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ അവർ ഇടപെട്ടതിന് ശേഷം വർഷക്കാലം കിഫ്ബിയുടെ കാര്യം എന്തായി? കഴിഞ്ഞ എത്രയോ നാളായി കിഫ്ബിക്കെതിരെ നിരന്തരമായി ED നിൽക്കുകയല്ലേ? എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഇവിടെ കഴിഞ്ഞ ഈ 2014 ഭരണത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും ഒരു നമ്മുടെ കേരളത്തിനെതിരെ ഒന്ന് അനക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരാളെ പ്രതിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടായിട്ടില്ല?
അതാണ് പരിശോധിക്കേണ്ടത്. നമ്മൾ പുറത്ത് പല വിഷയങ്ങളും പറയുന്നുണ്ടാവും, അഴിമതി പറയുന്നുണ്ടാവും, അതെല്ലാം ആരോപണമാണ്. ആ ആരോപണം കൃത്യമായ അന്വേഷണങ്ങൾ നടന്ന് അതിൻ്റെ ഫലവത്തിയിലെത്തുമ്പോൾ മാത്രമാണ് അതിൻ്റെ യാഥാർത്ഥ്യം വന്നത്. അവിടെയാണ് എൻ്റെ ബഹുമാനപ്പെട്ട പാണ്ഡ്യാല ഷാജിക്ക് ഒരു വിഷമം ഉണ്ടാവാൻ ഇനി പോകുന്നത്. അദ്ദേഹം വിഷമിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല അതിന്. പാണ്ഡ്യാല ഷാജി അതിനെന്തെങ്കിലും ആ പരിപ്പ് എന്തെങ്കിലും വേവാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ഹിതം ഇവിടെ നടക്കത്തില്ല. ഇവിടെ ഒരു ഏജൻസി അന്വേഷിക്കുന്നുണ്ട്, അവരന്വേഷിച്ചതിന് ശേഷം കൃത്യമായ മറുപടി ഉണ്ടാവുമല്ലോ. അതുവരെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. അല്ലാതെ ഇപ്പോൾ തന്നെ ഈ അന്വേഷണത്തിൻ്റെ എത്രയോ ഈ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പറയുകയുണ്ടായി, ഞങ്ങൾ വിചാരിച്ച രീതിയിൽ അവർ മറുപടി തന്നില്ല. ഏത് മറുപടിയാണ് അവരങ്ങനെ വിചാരിച്ച രീതിയിൽ കൊടുക്കേണ്ടത്? നമ്മൾ ഒരു ഫേം കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിനും പറയാനുള്ളത് മാത്രമാണ് കൊടുക്കുന്നത്. അല്ലാതെ ശ്രീജിത്ത് പണിക്കർ വിചാരിക്കുന്നത് പോലെയോ ഞാൻ വിചാരിക്കുന്ന പോലെയോ മറുപടി തരണമെന്ന് നിഷ്കർഷിക്കുന്നതിന് ഏത് സംവിധാനമാണ്? അത് എവിടെയാണ് നടക്കുന്നത്? നിയമപരമായി അത് നേരിടൂ. അല്ലാതെ ഞങ്ങൾക്ക് ഈ മറുപടി തൃപ്തികരമല്ല എന്നല്ല പറയുന്നത്. അതിവിടെ സംസ്ഥാന സർക്കാരുകളായാലും കേന്ദ്ര സർക്കാരിലെയും ജീവനക്കാർ ചെയ്യുന്ന ഡിറ്റോയാണ്. അത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊരാൾ ഒരു മറുപടി കൊടുത്താലും ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നൊന്നും എഴുതി വയ്ക്കാൻ ആർക്കാ കഴിയാത്തത്? പക്ഷേ നിയമപരമായി അതിനെ നേരിടുകയും നിയമപരമായ അതിനകത്തുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവർക്കെതിരെ നടപടി എടുക്കുമ്പോൾ മാത്രമാണ് ഇത് യഥാർത്ഥ വസ്തുതയായി മാറുന്നത്. ആ വസ്തുത ആയി മാറുന്നതുവരെ നിങ്ങൾ ഈ പറയുന്നതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി തന്നെ നിൽക്കും. ശരി, ശ്രീ പ്രഭാത് നേരത്തെ പറഞ്ഞു ഇത് വ്യക്തിപരമായ, നമുക്കറിയാം വീണ വിജയൻ വ്യക്തിപരമായി മാത്രം ലാഭം കൊയ്യാൻ നോക്കുകയില്ല. മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള പേര് അവിടെ തന്നെ നിലനിൽക്കുന്നു. KSIDCക്ക് മറുപടി ഇല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് KSIDCക്ക് മറുപടി ഇല്ലായിരുന്നു. പല നോട്ടീസുകൾ പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ അവരും അന്വേഷണ പരിധിയിൽ വന്നത്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചു ഒരു ക്രിക്കറ്റ് ബാറ്റ് എടുത്തിട്ടുണ്ടോ എന്ന്. 10,000-കണക്കിന് രൂപ മുടക്കി ക്രിക്കറ്റ് കളി കണ്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവർ കാണണ്ട എന്ന് പറഞ്ഞൊരു കായിക മന്ത്രി കേരളത്തിനുണ്ടായിരുന്നു. വളരെ നല്ലത്. എന്തായാലും താങ്കളിലേക്ക് എത്താം. ശരി, എന്തായാലും താങ്കളിലേക്ക് എത്താം. നമുക്ക് കൃഷ്ണദാസ് സാറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ കൃഷ്ണദാസ്, ഇവിടെ ഒരു രാഷ്ട്രീയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ മാനം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനാണ് BJP ശ്രമിക്കുന്നത് എന്നാണ് ആരോപിക്കുന്നത്. എങ്ങനെ കാണുന്നു? ഈ ചർച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് 40 മിനിറ്റായി. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് വ്യക്തമാക്കുന്ന ചില സംഗതികൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതൊരു വൈറ്റ് കോളർ ക്രൈമാണ്, ഒരു സീരിയസ് ഫ്രോഡാണ് നടന്നിരിക്കുന്നത്. എന്താ ആ ഫ്രോഡ്? ഇന്ററിം ബോർഡ് ഓഫ് സെറ്റിൽമെന്റിന്റെ മുമ്പാകെ ഒരു തർക്കം വരുന്നു. എന്താ തർക്കം? അതായത് CMRL എന്ന കമ്പനി അവര് കുറച്ച് പണം ചെലവഴിച്ചിട്ട് അവർക്ക് അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കണം എന്നൊരു അവകാശം ഉന്നയിക്കുന്നു. IBS അത് പരിശോധിച്ചിട്ട് ഇത് നിങ്ങളൊരു കരാർ പുറമേ കൊടുത്ത് അത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനും അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ടെക്നോളജിക്കൽ ആവശ്യങ്ങൾക്കും വേണ്ടി ഒരു കരാർ കൊടുത്തതാണെന്ന് കാണുകയും അത് ഒരു എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാൻ സാധിക്കില്ല എന്നും ഒരു സർവീസിന് വേണ്ട, ഒരു സേവനത്തിന് വേണ്ട ചെലവാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ടാക്സിൽ ഇളവ് ലഭിക്കില്ല എന്ന് ഇൻകം ടാക്സ് ബോർഡ് ഒരു ഫൈൻഡിങ്ങിൽ എത്തുന്നു. ഈ ഫൈൻഡിങ് എത്തുന്നത് എങ്ങനെയാ? ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരെ അവർ അഫിഡവിറ്റ് കൊടുക്കുന്നു, സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു ഇൻകം ടാക്സ് ഓഫീസർ മുമ്പാകെ. ആ കമ്പനിയുടെ MD തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. എക്സാലോജിക് കമ്പനിയുമായിട്ട് ഞങ്ങൾ കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള സേവനവും കഴിഞ്ഞ 3 വർഷത്തിൽ ലഭിച്ചിട്ടില്ല, കരാർ എഴുതി 3 കൊല്ലത്തിൽ ലഭിച്ചിട്ടില്ല എന്ന് ആ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ സമ്മതിക്കുന്നു. അതിനർത്ഥം 1.72 കോടി രൂപ, 1.25 കോടി രൂപ വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഈ കമ്പനി വെറുതെ കൊടുത്തു എന്നർത്ഥം. എന്നിട്ടാണ് ഇവർ പറയുന്നത്, ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് BJP എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ്
ഇത് ശുദ്ധ തട്ടിപ്പാണ്, വേറൊന്നുമല്ല. വൈറ്റ് കോളർ ക്രൈം. ഒരു കരാർ ഉണ്ടാക്കുന്നു, ആ കരാർ പ്രകാരം 1.25 ലക്ഷം രൂപ എക്സാലോജിക് കമ്പനിക്ക് കൊടുക്കുന്നു. എന്നാൽ ആ കരാറിൽ പറയുന്ന ഒരു സേവനവും ലഭിച്ചിട്ടില്ല എന്ന് കരാറ് ഏർപ്പെട്ട കമ്പനി തന്നെ സമ്മതിക്കുന്നു. ഇതിൽ പരം ഇനി വലിയ തട്ടിപ്പ് വേറെ എന്താ ഉള്ളത്? ഇനി മറ്റൊരു സംഗതി കൂടി ഞാൻ പറഞ്ഞുതരാം. ജനുവരി 1, 2017 ഈ കരാർ ഒപ്പിടുന്നത്. 2019-20 കാലഘട്ടം വരെ ഒരു സേവനവും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് BJP അല്ല, CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡ് മുമ്പാകെ അവർ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സേവനവും ലഭിച്ചിട്ടില്ല. ഇനി ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഈ കമ്പനി ഇപ്പൊ ഡോർമെന്റ് ആണ്. അതായത് ഇപ്പോ ഈ കമ്പനി സജീവമല്ല എന്ന രീതിയിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനി മുമ്പാകെ ഉള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. ഈ കമ്പനി ഇപ്പോൾ ഡോർമെന്റ്, യാതൊരു വിധത്തിലുള്ള ഇടപാടും നടക്കുന്നില്ല എന്നുള്ളത്. ഇനി മറ്റൊരു വിചിത്രമായ ഒരു സംഗതി, ഈ കമ്പനിയുടെ പേഡപ്പ് ക്യാപിറ്റൽ, അതായത് ഓഹരി മൂലധനം എന്ന് പറയുന്നത് വെറും 1 ലക്ഷം രൂപയാണ്. ഈ 1 ലക്ഷം രൂപ മൂലധനമുള്ള കമ്പനിക്കാണ് CMRL എന്ന് പറയുന്ന കേരള സംസ്ഥാനത്തിന്റെ ഒരു KSIDC എന്ന സ്ഥാപനത്തിന് 15% ഓഹരി ഉള്ള ഒരു കമ്പനി 1.72 കോടി രൂപ കൈമാറുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന ഒരു തട്ടുകട, കട്ടൻ ചായയും പരിപ്പ് വടയും വിൽക്കുന്ന ഒരു തട്ടുകടയ്ക്ക് യൂസുഫ് അലി 10 കോടി രൂപ കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറയുന്നത് കേരളത്തിലെ ജനത വിശ്വസിക്കണം. 1 ലക്ഷം രൂപ പേഡപ്പ് ക്യാപിറ്റൽ ഉള്ള കമ്പനി, വീണ വിജയൻ MD ആയിട്ട് അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന കമ്പനിക്ക് 1.25 കോടിയുടെ കരാർ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇനി ഇത് സ്വാഭാവികമായിട്ടും ഈ ആരോപണങ്ങളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിക്കുന്നത്. ഇനി ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഊന്നി പറയുന്നത്, 4 മാസം സമയമാണ് ഇൻവെസ്റ്റിഗേഷന് സമയം കൊടുത്തിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായിരുന്നെങ്കിൽ ഇത് 1 മാസത്തിനുള്ളിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ അവസാനിപ്പിച്ചിട്ടുണ്ടാവും. 4 മാസം എന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഏതാണ്ട് ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയിൽ കേരളത്തിലെ വോട്ടിംഗ് കഴിഞ്ഞു. 4 മാസം എന്ന് പറയുമ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷന് തന്നെ സമയം കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് വരെയൊക്കെ സമയം കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് SFI, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന് കൈമാറണോ വേണ്ടേ എന്നൊക്കെ തീരുമാനം എടുക്കാൻ നമ്മൾ കാത്തിരിക്കണം. അപ്പൊ ഇതിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സംഗതികളുമില്ല. ഇത് യഥാവിധി, അതായത് നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ന് മാത്രം. അത് മാത്രമേ ഈ അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളൂ. ഇനി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവർ വളരെ വിശദമായിട്ട് തന്നെ ഈ വിഷയം അന്വേഷിക്കും. കാരണം അവരുടെ അന്വേഷണം എന്ന് പറയുന്നത് വെറും ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല. അവിടെ അക്കൗണ്ടൻസിയുടെ എക്സ്പെർട്സ് ഉണ്ടാവും, ഫോറൻസിക് ഓഡിറ്റിങ്ങിന്റെ എക്സ്പെർട്സ് ഉണ്ടാവും, ബാങ്കിങ്ങിന്റെ എക്സ്പെർട്സ് ഉണ്ടാവും, കമ്പനി നിയമം, അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ്, ടാക്സേഷനെ സംബന്ധിച്ചിട്ടുള്ള എക്സ്പെർട്സ് ഉണ്ടാവും. ഇവരെല്ലാം പരിശോധിക്കും. ഇതൊരു ടാക്സ് ഇവേഷൻ, CMRL ഒരു ടാക്സ് ഇവേഷൻ നടത്താൻ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടപ്പോഴാണ് ഈ ഒരു തരികിട കരാറ് പുറത്തു വരുന്നത്. വീണ വിജയന്റെ മുഖ്യമന്ത്രിയുടെ മകൾ എടുത്തിട്ടുള്ള കരാർ 3 വർഷമായി യാതൊരു സംഗതിയും ചെയ്തിട്ടില്ല എന്ന് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല, BJPയും പറയുന്നില്ല. ആരാ പറയുന്നത്? CMRLന്റെ ഉദ്യോഗസ്ഥന്മാരാണ് പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായി സേവനം സുരേഷ് കുമാർ തന്നെയല്ലേ അതിന്റെ രേഖ സഹിതം പറഞ്ഞത്? തീർച്ചയായിട്ടും. അപ്പോ ഈ പ്രഭാതിനെ പോലുള്ള ആളുകൾ എന്തെങ്കിലും ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന, പിന്നെ അമിത്ഷാജിയുടെ മകൻ ICCയുടെ ഉത്തരവാദിത്തമല്ല വഹിക്കുന്നത്. അതെങ്കിലും താങ്കൾ മനസ്സിലാക്കണം. അതായത് സ്പോർട്സ്മെനും സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് താങ്കൾ ആദ്യം പഠിക്കുക. സ്പോർട്സ് എന്താണ് എന്ന് താങ്കളുടെ ഒരു കായിക മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കൂ. അദ്ദേഹം BCCIയിൽ അദ്ദേഹം ഓട് പൊളിച്ചിറങ്ങിയതല്ല. കേരളത്തിലെ ക്രിക്കറ്റ് അസോസിയേഷൻ അടക്കം വോട്ട് ചെയ്തിട്ട് എന്നിട്ട് ആ സ്ഥാനം വഹിക്കുന്ന ആളാണ്. അല്ലാണ്ട് പ്രഭാത് ഈ പറയുന്ന സ്ഥാനം വഹിക്കുന്ന പോലെ ഓട് പൊളിച്ചിറങ്ങിയതല്ല. അപ്പൊ അമിത്ഷായുടെ മകൻ ജയ് ഷാ എന്ന് പറയുന്ന ആള്
ക്രിക്കറ്റ് അസോസിയേഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ആ സെക്രട്ടറി സ്ഥാനം വഹിക്കുകയാണ് എന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും താങ്കൾക്ക് ഉണ്ടാവണം. അത്യാവശ്യം ദേശാഭിമാനി അല്ലാതെ മറ്റു പത്രങ്ങൾ കൂടി വായിക്കണം എന്നൊരു വിനീതമായ ഒരു അഭ്യർത്ഥന കൂടി താങ്കളുടെ മുമ്പാകെ ഞാൻ വെക്കുന്നു. ശരി, ചർച്ചയിലേക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.